ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RBIയെ കുറിച്ചുള്ള ഫാക്ട്സ് പഠിച്ചു. ഹിസ്റ്റോറിക് ഫാക്ട്സ് ഒക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ വോയിസ് കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നോക്കി എഴുതാനൊക്കെ ഉപകാരിക്കപ്പെടും. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പം കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം PSC അല്ലെങ്കിൽ SSC ഏത് എക്സാംസ് ആണെങ്കിലും ഡെപ്ത് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും കൂടെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. RBIയുടെ ഫങ്ഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് മോണിറ്ററി ഫങ്ഷൻ, രണ്ടാമത്തേത് ജനറൽ ഫങ്ഷൻ. മോണിറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മണിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ട് ഇടപാടുകൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷനാണ് എന്തിൽ പറയുന്നത്? മോണിറ്ററി ഫങ്ഷൻസിൽ പറയുന്നത്. അപ്പം മോണിറ്ററി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് കറൻസി, കറൻസിയുടെ മൂല്യം, മണി എന്നൊക്കെയുള്ള ആസ്പെക്റ്റ് ആയിരിക്കണം. അത് മോണിറ്ററി ഫങ്ഷൻ. എങ്ങനെയാണ് കറൻസിയെ നമ്മുടെ സെൻട്രൽ ബാങ്ക് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മോണിറ്ററി ഫങ്ഷനിൽ വരുന്നത്. രണ്ടാമത്തേത് ജനറൽ ഫങ്ഷൻ. ജനറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള ഫങ്ഷനാണ്. അതായത് നമുക്കറിയാം, എല്ലാ ബാങ്കുകളുടെയും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏത് ബാങ്കാണ്? RBI ആണ്. അപ്പോൾ RBIക്ക് ആ ഒരു പവറിൽ RBI എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ജനറൽ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോണിറ്ററി ഫങ്ഷൻസിലുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ബാങ്ക് ഓഫ് ഇഷ്യൂ. ഇഷ്യൂ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കറൻസി ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കറൻസി ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഏതാണ് ഇന്ത്യയിൽ? അത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണ്. അപ്പം RBIയുടെ ഒന്നാമത്തെ മോണിറ്ററി ഫങ്ഷനാണ് എന്ത്? ബാങ്ക് ഓഫ് ഇഷ്യൂ. അപ്പം ഇവിടെ കറൻസി, ഇവിടെ ഇന്ത്യയിൽ ഓടുന്ന എല്ലാ കറൻസിയും എക്സെപ്റ്റ് ₹1 നോട്ട്, നിങ്ങൾക്കറിയാം ₹1 നോട്ട് മാത്രം RBI അല്ല ഇഷ്യൂ ചെയ്യുന്നത്. ബാക്കി എല്ലാ നോട്ടുകളും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ₹1 നോട്ടും നമുക്ക് ലഭ്യമായിരിക്കുന്ന നാണയങ്ങളും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? അത് മിനിസ്ട്രിയാണ്, ഫിനാൻസ് മിനിസ്ട്രിയാണ്. മിനിസ്ട്രി അത് ഇഷ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. സർക്കുലേറ്റ് ചെയ്യിക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? RBIയുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ബാങ്ക് ഓഫ് ഇഷ്യൂ എന്നുള്ള കാര്യം RBIയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വരണം. നെക്സ്റ്റ്, ഇതിനു വേണ്ടി ഈ ഒരു ബാങ്ക് കറൻസി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ ബാക്കപ്പിനെ മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നു. അതായത് മിനിമം റിസർവ് സിസ്റ്റം ഗോൾഡ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗോൾഡും ഫോറിൻ റിസർവ്സും ഒക്കെ നമ്മുടെ RBI ബാക്കപ്പായിട്ട് വെച്ചുകൊണ്ടാണ് കറൻസി അച്ചടിക്കുന്നത്. ചുമ്മാതെ കറൻസി അച്ചടിക്കാൻ പറ്റുമോ? വെറുതെ കുറച്ച് നോട്ടുകൾ കുറച്ച് പേപ്പറിൽ അച്ചടിച്ചാൽ അത് കറൻസി ആകുമോ? ഇല്ല. ആ കറൻസിക്ക് തുല്യമായിട്ടുള്ള മൂല്യത്തിനുള്ള ഗോൾഡും ഫോറിൻ റിസർവും ഒക്കെ തന്നെ RBIയുടെ പക്കലുണ്ട്. RBIയുടെ പക്കലുള്ള ഗോൾഡിനും ഫോറിൻ റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വിദേശ നാണയങ്ങളായിട്ടുള്ള ഡോളർ, പൗണ്ട് അങ്ങനെയുള്ള വിദേശ നാണയങ്ങളുടെ മൂല്യത്തിനെയാണ് നമ്മൾ ഫോറിൻ റിസർവ് എന്ന് പറയുന്നത്. അപ്പം RBIയുടെ പക്കലുള്ള ഗോൾഡിൻ്റെ ഫോറിൻ റിസർവിൻ്റെയും ആനുപാതികമായിട്ടായിരിക്കും, ആ മൂല്യത്തിന് ആനുപാതികമായിട്ടായിരിക്കും ഇവിടെ നോട്ട് അച്ചടിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ RBIക്ക് എഴുന്നേറ്റിട്ട് നോട്ട് അച്ചടിക്കുക, ഇന്നൊരു 1000 നോട്ട് അച്ചടിക്കാം എന്ന് വിചാരിച്ചല്ല RBI നോട്ട് അച്ചടിക്കുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള കണക്കുകളും റേഷ്യോയും കാൽക്കുലേഷനും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട RBIയുടെ മോണിറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കടം നൽകുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിന് പണത്തിന് ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ്റിന് ഓടിച്ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് RBI. അപ്പോൾ RBI ഗവൺമെൻറ്റിന് കടം നൽകിയും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഒരു മോണിറ്ററി ഫങ്ഷനാണ് ബാങ്കേഴ്സ് ബാങ്ക്. അതായത് ഗവൺമെൻറ്റിന് മാത്രമല്ല RBI കടം നൽകുന്നത്, ബാങ്കുകൾക്ക്. ഇപ്പോൾ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെ പല പല ബാങ്കുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ബാങ്കുകൾക്കൊക്കെ പണത്തിന് ആവശ്യം വരുമ്പോൾ ആദ്യം ബാങ്കുകൾ പോകുന്നത് ആരുടെ അടുത്താണ്? RBIയുടെ അടുത്താണ്. അപ്പോൾ ഗവൺമെൻറ്റിനും കടം നൽകുന്നുണ്ട് RBI എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബാങ്കുകൾക്കും കടം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ബാങ്കേഴ്സ് ബാങ്ക്, ഞാനൊരു ചോദ്യം തരാം, നിങ്ങളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യൂ. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് RBIയെ വിളിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം കണ്ടേക്കാം. അതിൻ്റെ ഓപ്ഷനായിട്ട് അവർ നൽകിയിരിക്കുന്നത്
ഈ പറയുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഗവൺമെൻറ്റിന് RBI കടം കൊടുക്കുന്നു, ബാങ്കുകൾക്ക് RBI കടം കൊടുക്കുന്നു, ജനങ്ങൾക്ക് RBI കടം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ 3-4 ഓപ്ഷൻ നൽകിയിട്ട് എന്തുകൊണ്ടാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് RBI വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ബാങ്കുകൾക്ക് RBI കടം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ബാങ്കുകളുടെ ബാങ്ക് എന്ന് RBI വിളിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് പറഞ്ഞു. ക്രെഡിറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മണി സപ്ലൈ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മണി ഫ്ലോ ആണ്. മണി ഫ്ലോ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യയുടെ മാർക്കറ്റിൽ എത്രത്തോളം ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും RBI ആണ്. മണി ഫ്ലോ എന്ന് പറയുന്നത് ജനങ്ങളിൽ എത്രത്തോളം കറൻസി എത്തണം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ കറൻസിയാണ്, എല്ലാവരും പൈസക്കാരായി, ആ കറൻസിയുടെ വില നഷ്ടപ്പെടും, ആ കറൻസിക്ക് വില ഇല്ലാണ്ടാകും. അതേസമയം കറൻസി കുറവാണെങ്കിൽ കറൻസിക്ക് ഭയങ്കര വിലയായിരിക്കും. നമ്മുടെ മുത്തശ്ശന്മാരും അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പഴയ തലമുറയിൽ പറയത്തില്ലേ, അന്നൊക്കെ കാലണ മതി അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാൻ, അന്ന് 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ. അതിന് കാരണം എന്താ? കറൻസി നമ്മുടെ മാർക്കറ്റിൽ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ആകെ കിട്ടുന്ന കുറച്ച് കറൻസിക്ക് ഭയങ്കര മൂല്യമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? എല്ലാവരുടെയും കയ്യിലും രൂപ നോട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പൈസ എല്ലാവരുടെയും കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ കറൻസിക്ക് മൂല്യം പണ്ടത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രെഡിറ്റ് എത്രത്തോളം മാർക്കറ്റിൽ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ ക്രെഡിറ്റിൻ്റെ വില. ക്രെഡിറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കറൻസിയുടെ വിലയാണ്, അല്ലെങ്കിൽ മണിയുടെ വിലയാണ്. ഓരോ രൂപയ്ക്കുള്ള വിലയാണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഇത് കറൻസിയാണ് അല്ലെങ്കിൽ ഓരോ രൂപയുടെയും വിലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് ആ പണത്തിൻ്റെ ലഭ്യതയാണ്. ആ ലഭ്യതയെ ആരാണ് നിയന്ത്രിക്കുന്നത്? അത് RBI ആണ്. അതാണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും പോയിന്റ് പറഞ്ഞു. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ്റിന് RBI കടം നൽകുന്ന കാര്യം പറഞ്ഞു, അതുപോലെ ബാങ്ക് ഓഫ് ഇഷ്യൂ എന്ന് നമ്മൾ പഠിച്ചു, ലാസ്റ്റ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് മോണിറ്ററി ഫങ്ഷൻസ് എന്ന രീതിയിൽ RBI കുറിച്ച് പഠിക്കാനുള്ളത്. വേറൊരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ വിട്ടുപോയി, അതെന്താണെന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന്? അതായത് നമ്മൾ വെളി രാജ്യത്തു നിന്നൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നത് ഡോളറിലായിരിക്കും. അപ്പം ഇതിന് നമ്മളുടെ കയ്യിൽ കൊടുക്കാൻ ഡോളർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡോളറും കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കുക, ഫോറിൻ റിസർവ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതും RBIയുടെ ഒരു ജോലിയാണ്. നമ്മുടെ കയ്യിൽ വിദേശ നാണയങ്ങളുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതും RBIയുടെ ജോലിയാണ് എന്നുള്ളതും ഓർക്കുക. അപ്പോൾ ഇത്രയാണ് RBIയുടെ മോണിറ്ററി ഫങ്ഷൻസ്. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, രണ്ടാമത്തേത് മാനേജർ ആൻഡ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ റിസർവ്, മൂന്നാമത്തേത് ബാങ്കേഴ്സ് ബാങ്ക്, നാലാമത്തേത് ബാങ്കർ ആൻഡ് ഡെപ്റ്റ് മാനേജർ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിനും ഡെപ്റ്റ് നൽകുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റിനെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ബാങ്ക് ഓഫ് ഇഷ്യൂ. ഇത്രയും പോയിൻ്റാണ് RBIയുടെ ഫങ്ഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് ഫങ്ഷൻ? മോണിറ്ററി ഫങ്ഷൻ. മോണിറ്ററി ഫങ്ഷൻ ഇവയിൽ ഏത് എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം മോണിറ്ററി ഫങ്ഷനാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, അടുത്തത് RBIയുടെ ജനറൽ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. RBIയുടെ മോണിറ്ററി ഫങ്ഷനും ജനറൽ ഫങ്ഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണിറ്ററി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കറൻസി ആയിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജനറൽ ഫങ്ഷനെ നിങ്ങൾ പഠിക്കാൻ. ജനറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് RBI മറ്റ് ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അല്ലേ? SBI ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും എല്ലാ ബാങ്കുകളെയും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളൊരു ജോലി RBI ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനറൽ ഫങ്ഷനിൽ വരുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ജനറൽ ഫങ്ഷനാണ് പ്രൊമോഷണൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മൊത്തത്തിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും RBIയുടെ ഒരു ഫങ്ഷനാണ്. അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസും മറ്റ് എക്സ്പാൻഷൻ ബ്രാഞ്ചുകളുടെയൊക്കെ എക്സ്പാൻഷൻ ഇതൊക്കെ ആരാണ് നടത്തുന്നത്? RBI ആണ്. അതായത് ഇവിടുത്തെ ഫിനാൻസ് സിസ്റ്റത്തിൻ്റെ, ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രതയെ മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിപ്പം ബാങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് സമാനമായിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ബ്രാഞ്ചുകളെ വികസിപ്പിക്കുക, അതിൻ്റെ കാര്യങ്ങളിൽ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ RBIയുടെ ദൗത്യമാണ്.
പ്രൊമോഷണൽ ഫങ്ഷൻ എന്ന് നമുക്കതിനെ പറയാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രൊമോഷൻ എന്നുള്ളതും ആർ ബി ഐയുടെ ജനറൽ ഫങ്ഷനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ജനറൽ ഫങ്ഷനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന 2 കാര്യം പഠിക്കാനുള്ളൂ. ഒന്ന് ബാങ്കുകളുടെ കാര്യം നോക്കി നടത്തുന്നു, രണ്ടാമത്തേത് പ്രൊമോഷണൽ ഫങ്ഷൻ. അപ്പം ഇത്രയും പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആർ ബി ഐയുടെ മോണിറ്ററി ഫങ്ഷനും അതുപോലെ തന്നെ ജനറൽ ഫങ്ഷനും പഠിച്ചു തീരും.